അനൂപ്, നമ്മുടെയൊക്കെ നാട്ടിലെ ഈ ചെമ്പ് തെളിയുക എന്നൊരു പ്രയോഗമുണ്ട്. ആ ചെമ്പ് തെളിയുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കാപട്യം പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനാണെന്നൊക്കെ പറഞ്ഞു വലിയ അരിദൈവം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പോട്ടെ, ഇരട്ടച്ചങ്കനാണെന്നൊക്കെ പറഞ്ഞു നിർത്തേണ്ട ചെമ്പ് തെളിയുന്നതാണ് കാണുന്നത്. ഒരു പക്ഷേ ഈ നമ്മൾ കുറേ നാൾ ഒരാളുടെ ഒപ്പം സഹവാസം ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവം നമുക്കൂടി വരും. കഴിഞ്ഞ 10 വർഷമായിട്ട് BJP യോടുള്ള സഹവാസത്തിന്റെ കാരണം കൊണ്ടായിരിക്കും BJP സ്വഭാവം കൃത്യമായിട്ട് പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അത്യാവശ്യ ഘട്ടങ്ങളിൽ ED ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഒന്ന് ഇവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം. ഒന്ന് നോക്കൂ, എന്ന് വന്ന റിപ്പോർട്ടാണ്. 11 മാസങ്ങൾക്ക് മുമ്പ് വന്നൊരു റിപ്പോർട്ടാണ്. ഇവിടെ സൂചിപ്പിച്ചു 19/9/2025 വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ തിരുവനന്തപുരം ഡയറക്ടർ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിജിലൻസ് വകുപ്പിന് എഴുതിയ കത്ത്. ആ കത്ത് ഇപ്പം അങ്ങ് ഇവിടെ സൂചിപ്പിക്കും. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ വിഷയം സംബന്ധിച്ച് നടത്തിയ പ്രാഥമിക പരിശോധന തെളിവായ വസ്തുക്കളുടെ പരിശോധിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ശ്രീ VD സതീശൻ MLA-ക്കെതിരെ ബഹുമാനപ്പെട്ട സ്പീക്കർ ആവശ്യപ്പെട്ട കാര്യങ്ങളുള്ള വിശദീകരണം ചൂടെ ചേർക്കുന്നു. 1. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ VD സതീശൻ MLA-യുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല. 2. വിദേശ സന്ദർശനത്തിന് ശേഷം VD സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ലാത്തതിനാൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല. 3. പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ്. ശ്രീ VD സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല. 4. അഴിമതി നിരോധന നിയമം സെക്ഷൻ 7, 7A എന്ന വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ VD സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. ഇനി സജീഷ് പറഞ്ഞ കാപട്യം, ഇതിന്റെ കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആയത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വ്യക്തതാ റിപ്പോർട്ട് അനന്തര നടപടികൾക്കായി ഇതോടൊപ്പം അയക്കുന്നു. കൈപ്പറ്റിയ വിവരം അറിയിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കാർത്തിക് K IPS പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഡയറക്ടർക്ക് വേണ്ടി. മനസ്സിലായില്ലേ? സജീഷ് എന്താ പറഞ്ഞത്? FCRA വയലേഷൻസ് നടന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നാണ്. അല്ല, വിജിലൻസ് പറഞ്ഞത് ഇത് അന്വേഷിക്കാൻ ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഒരു പക്ഷേ 11 മാസങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഇവർ കൊണ്ടുവന്ന കത്തുണ്ടല്ലോ, അതിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്ത കത്തായിരിക്കും. എന്ന് വെച്ചാൽ കേരളത്തിലെ ഇരട്ടച്ചങ്കൻ, ഓട്ടച്ചങ്കനാണല്ലോ ഇപ്പൊ, ആ ഓട്ടച്ചങ്കന്റെ പോലീസും വിജിലൻസും അന്വേഷിച്ചിട്ട് മാസങ്ങളെടുത്ത് അന്വേഷിച്ചതിന് ശേഷം ഒന്നുമില്ല, അന്വേഷിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് 3 മാസം മുമ്പുള്ളതാണ്. എന്നിട്ടാണ് 11 മാസം മുമ്പത്തെ ഏതോ ഒരു രേഖ പുറത്തു വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എത്രമാത്രം കാപട്യമാണെന്ന് നോക്ക്. ശബരിമല വിഷയത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായപ്പോ ഈ കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഇത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥയെ പോലും അട്ടിമറിക്കുന്ന വഞ്ചന കാണിച്ച ഒരാൾ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം തുടങ്ങിയിട്ട് അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റോ പോലും ചെയ്യാതെ സംരക്ഷിച്ച പിണറായി വിജയന് കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു ഇന്നലത്തെ തിരുവനന്തപുരത്ത് നടന്ന ആന്റണി രാജുവിന്റെ വിധിയിൽ ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം സർക്കാരിന്റെ പ്രതിരോധത്തിലേക്ക് വരുമ്പോൾ VD സതീശനെ ഒന്ന് എറിഞ്ഞു കളയാമോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, പേടിച്ചു പോയി സതീശ്, ഞങ്ങളങ്ങ് പേടിച്ചു വിറച്ചുപോയി. വേറെ വല്ല പണിയുണ്ടാന്ന് നോക്ക്. CBI അല്ല, നിങ്ങൾ ഇന്റർപോളോ പറഞ്ഞില്ലേ രമേശ് ചെന്നിത്തല, നിങ്ങൾക്ക് കിട്ടാവുന്ന മുഴുവൻ കൊണ്ടുപോവാ. മുഖ്യമന്ത്രി കത്തെഴുതിയാൽ അപ്പൊ തന്നെ വരുമല്ലോ, ഒന്ന് CBI വിളിച്ചോണ്ട് പോവാ അന്വേഷിക്കാൻ. FCRA ഇതല്ലേ, ഒന്ന് അന്വേഷിക്കാൻ പറ. നാണോ മാനോ ഉണ്ടോ സജീഷെ ഇങ്ങനെ വന്നിരുന്ന് പറയാൻ? സ്വന്തം വകുപ്പിന്റെ റിപ്പോർട്ട് പോലും ഒന്നുമില്ല എന്ന് പറയുമ്പോ ഇനി എന്തായിരുന്നു പുനർജനി? ഞാൻ ആ സമയത്ത് ആ പുനർജനിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ്. പറവൂരാണ് ഏറ്റവും അധികം നാശനഷ്ടം 2018 പ്രളയത്തിലുണ്ടായത്. 2018 പ്രളയത്തിൽ ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായപ്പോ ഒരു സർക്കാർ സംവിധാനവും ചലിക്കാതിരിക്കുന്ന സമയത്ത് ശ്രീ VD സതീശൻ വ്യക്തിപരമായ താല്പര്യം എടുത്തുകൊണ്ട് അവിടെ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പുനർജനി. ആ പുനർജനിയിൽ വീടുകൾ മാത്രമല്ല, ഇവിടെ അനൂപ് തന്നെ സൂചിപ്പിച്ച പോലെ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ജീവനോപാധികൾ എത്തിച്ചു കൊടുത്തു. ആടിനെ, മാടിനെ, അതുപോലെ തന്നെ കോഴികൾ ഉൾപ്പെടെ ഉള്ളത് വീട്ടിലെ സ്ത്രീകൾക്ക് എത്തിച്ചു കൊടുത്തു. തയ്യൽ മെഷീനുകൾ എത്തിച്ചു കൊടുത്തു. അന്ന് ഞാൻ VD സതീശനോട് ഞാൻ ചോദിച്ചു, ഈ പ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചാൽ പറയുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ പറയുകയാണ്, ഒരു വീട്ടിൽ ഒരു തയ്യൽ മെഷീൻ കിട്ടിയാൽ അവർ തയ്ച്ചവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ എന്തു ചെയ്യുന്നതിനപ്പുറവും അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമാണ് സ്ത്രീകൾക്ക് അവരുടെ ജീവനോപാധി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അത്രയ്ക്ക് ദീർഘദൃഷ്ടിയോടുകൂടി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം എന്താ ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന ഈ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് എടുത്തു.
സർക്കാർ മുഴുവൻ തകർന്നവരുടെ പകുതി തകർന്നവരുടെ എല്ലാം ലിസ്റ്റ് എടുത്തു. പകുതി തകർന്നു എന്ന് പറഞ്ഞ ആൾക്കാർക്കൊന്നും പിന്നീട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആ വീടുകൾ. അപ്പൊ വളരെ കൃത്യമായിട്ട് അവിടെ ഇതിന്റെ ലിസ്റ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സഹായം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പറവൂരിലേക്ക്. കാരണം ഏറ്റവും അധികം ദുരന്തമുണ്ടായ സ്ഥലമാണ്. സ്ഥലം അങ്ങോട്ടേക്ക് സഹായം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്നവർക്ക് ഈ ബെനിഫിഷ്യറി ലിസ്റ്റ് അങ്ങ് എടുത്തു കൊടുത്തു. എന്നിട്ട് അവരോട് നേരിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ഇത് തീർത്തോളാൻ പറഞ്ഞു, ഇല്ലേ? എന്നിട്ട് ഒരു പുനർജനി നടക്കുന്ന സമയത്ത് 2018 നടക്കുന്ന സമയത്തും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല പുനർജനിയുടെ പേരിൽ. അറിയോ? ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. മറിച്ച് അദ്ദേഹം വിദേശത്ത് പോയിട്ട് FCR രജിസ്ട്രേഷൻ ഇത് ചെയ്യണമെങ്കിൽ അദ്ദേഹം പൈസ മേടിക്കണ്ടേ? അദ്ദേഹം പൈസ കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരിടത്തും പൈസ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ആ ബെനിഫിഷ്യറിയെ അവിടെ നിന്ന് നേരിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അവർ പണം കൊടുത്ത് പണി പൂർത്തിയാക്കി. എന്തായിരുന്നു VD സതീശന്റെ റോള്? VD സതീശന്റെ റോള് ഈ വീട് നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവരും സഹായിക്കാൻ വരുന്നവരുടെയും ഇടയിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം സംഭാവന അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, അത് ഈ പരാതിക്കാരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പരാതി അടക്കം ആണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര പണം വന്നു, ഏത് തരത്തിൽ ഉപയോഗിച്ചു, എത്ര വീടുകൾ നിർമ്മിച്ചു, ആ വീടുകളുടെ നിർമ്മാണം തന്നെ പൂർത്തിയായിട്ടില്ല എന്ന ആരോപണങ്ങളുണ്ട്. അങ്ങനെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ സജീഷ് അതിന്റെ ചേർത്ത് മുന്നോട്ട് വെച്ചത്. അനൂപ് പണം കൈകാര്യം ചെയ്തിട്ടില്ല, പിന്നെ എത്ര പണം വന്നത് ഞങ്ങൾ എങ്ങനെ അറിയുന്നത്? VD സതീശൻ എങ്ങനെ അറിയുന്നത്? അനൂപിന്റെ വീട് തകർന്നു പോയി പ്രളയത്തില്. സജീഷ് വന്നിട്ട് അനൂപിനെ സഹായിക്കാൻ വേണ്ടി വരുന്നു. അനൂപിനെയും സജീഷിനെയും കൂടി ഞാൻ ബന്ധപ്പെടുത്തി കൊടുക്കുന്നു. സജീഷ് അനൂപുമായിട്ട് ബന്ധപ്പെട്ട് ആ വീടിന് ആവശ്യമായിട്ടുള്ള പണം എത്രയും ചെലവാക്കുന്നു. ഞങ്ങൾ എന്തിനാ ആ പണത്തിനെ കുറിച്ച് അറിയുന്നത്? ഞങ്ങളുടെ ഒരു അക്കൗണ്ടിൽ, പുനർജനിയുടെ ഒരു അക്കൗണ്ടിൽ പണം വന്നതിന് ശേഷം ആ അക്കൗണ്ടിൽ നിന്നാണ് പണം കൈകാര്യം ചെയ്തെങ്കിൽ അപ്പോഴല്ലേ അതിന്റെ കണക്ക് അറിയേണ്ട കാര്യമുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ പണി പൂർത്തിയാവുന്നുണ്ടോ എന്നുള്ളത് VD സതീശൻ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ ജീവനോപാധി കിട്ടിയവർക്ക് അവർ ജീവിതം കരുപ്പിടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾക്കറിയോ? ഈ ഗവൺമെന്റ് 2018 പ്രളയത്തിൽ എന്താ ചെയ്തത്? വീട് നഷ്ടപ്പെട്ടവർക്ക്, മുഴുവനായിട്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ കൊടുത്തത്. അതുപോലെ തന്നെ ഭാഗ്യമായി നഷ്ടപ്പെട്ടവർക്ക് 1.5 ലക്ഷവും 2 ലക്ഷവും 50,000 വരെ കൊടുത്തിട്ടുള്ളതുണ്ട്. 50,000 കൊണ്ട് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ കഴിയില്ല എന്നറിയാം. ഈ സഹായിക്കാൻ വന്നവരെ ഗവൺമെന്റ് പണം കൊടുത്തത് അവരുടെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ബാക്കി പണവും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് വരെ അവരെ സഹായിച്ചിട്ടുണ്ട്. ആ പുനർജനി പദ്ധതി അവിടെ നിന്നില്ല, വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വീട് പണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ അത്രമാത്രം അതാണ് നിയമസഭയിൽ പറഞ്ഞത്. നിങ്ങളിത് അന്വേഷിക്ക്, നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുക. ഒരു സംസ്ഥാനം, ഒരു ഭരണകൂടം ഒരു ദുരിതാശ്വാസ പ്രവർത്തനം എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു റിപ്പോർട്ട് കിട്ടും എന്നല്ലേ VD സതീശൻ പറഞ്ഞത്? ആ VD സതീശൻ പറഞ്ഞതിനെ സംബന്ധിച്ച് നിയമസഭയിൽ നിന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്തുവരെ അന്വേഷിക്കുക. പാസ്പോർട്ടിൽ 81 ട്രിപ്പ് എങ്ങാണ്ട് നടത്തിയതാ പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ. അദ്ദേഹം പറഞ്ഞു എന്റെ ജീവിതകാലത്ത് ഞാൻ അത്രയും നടത്തിയിട്ടില്ല. നിങ്ങൾ പാസ്പോർട്ട് അന്വേഷിച്ചോ? ഇല്ലേ? വിജിലൻസിന് FCR വയലേഷൻ അല്ലെങ്കിൽ മറ്റു സംബന്ധിക്കില്ലായിരിക്കും. പക്ഷേ ഇവിടെ വന്ന കണക്ക് ഇപ്പൊ ഈ പറയുന്ന ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാൻ അധികാരമുണ്ടല്ലോ. VD സതീശന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാൻ അധികാരമുണ്ടല്ലോ. പരിശോധിച്ചല്ലോ. ഈ പണം വന്നത് എങ്ങോട്ട് പോയെന്ന് വിജിലൻസ് അന്വേഷിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു തെളിവ് പോലും ഇല്ല. നിങ്ങൾ ആ സ്പീക്കർ നടപടിക്ക് വ്യക്തതയ്ക്ക് വേണ്ടി എന്താണെന്ന് കുറ്റം തെളിയിക്കുക, ശിക്ഷിക്കപ്പെടുക എന്നതൊക്കെ മറ്റൊരു കാര്യമാണ്. പക്ഷേ പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ സംശയമുനയിൽ നിർത്തുക എന്നുള്ളതാണല്ലോ ആയുധം. അങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ സംശയ നിഴലിലാവും ഈ VD സതീശൻ, അതുവഴി പ്രതിപക്ഷം ആകെ എന്ന അവരുടെ ആയുധം, ഇപ്പോ ഭരണപക്ഷത്തിന്റെ ആയുധം, അത് വിലപ്പോവില്ല എന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നത്? 2018 ഈ പ്രളയത്തിന് ശേഷം 2021 ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? ആ 2018 പ്രളയത്തിന് ശേഷമല്ലേ, ഈ സമയത്ത് ശേഷമല്ലേ പുനർജനി തട്ടിപ്പെന്നും പറഞ്ഞുകൊണ്ട് ഇവർ VD സതീശന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത് അല്ലെ? 2021 തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന പറവൂരിൽ ഈ ദുരന്തം അനുഭവിച്ച ജനങ്ങൾ, അവിടെ ഒരു ജനപ്രതിനിധി സാമീപ്യം അവർക്ക് അത്രമാത്രം കിട്ടിയതിന്റെ പേരിലാണ് VD സതീശൻ വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചത്. 2019 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഹൈബിയുടെ എറണാകുളത്ത് നിന്ന് ജയിച്ചത്. പക്ഷെ അപ്പോഴും പറവൂർ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശനോട് മത്സരിക്കുമ്പോൾ 21,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. മനസ്സിലായി? എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കോൺഗ്രസ് അനുകൂല തരംഗമുള്ള സമയത്ത്
പറവൂരിൽ ലഭിക്കാത്ത ഭൂരിപക്ഷം VD സതീശന് ലഭിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ സതീശല്ല, അവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, അവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥ ഇടതുപക്ഷം, പിണറായിസ്റ്റുകളല്ല, സതീഷിനെ പോലത്തെ പിണറായിസ്റ്റുകൾ, യഥാർത്ഥ ഇടതുപക്ഷം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ളവർ. ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെയും ഇടതുപക്ഷ മൂല്യമുള്ളവരുടെയും പറവൂരിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് VD സതീശൻ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ആണ്. ആ സോഷ്യലിസ്റ്റിനെ, ആ ഇടതുപക്ഷ മൂല്യത്തെ തിരിച്ചറിഞ്ഞവരാണ് പറവൂര്. അതുകൊണ്ടാണ് വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി എല്ലാ കാലവും ജയിച്ചുകൊണ്ട് വരുന്നത്. പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള ഗ്വാഗ്വാ വിളിക്കേണ്ടവർക്ക് വിളിക്കാം, പക്ഷേ അപഹാസ്യരാവുന്നത് ഇന്ന് പിണറായി വിജയനാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് മനസ്സിലാക്കി. ശബരിമല സ്വർണ്ണ ക്ഷേത്രക്കൊള്ളയിൽ 8 or 9 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുമായിട്ട് വരുന്നത് പിണറായി വിജയന്, നിങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ടല്ലോ, അതിലെ കമന്റൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്ക്. ഈ പിണറായി വിജയൻ ഓട്ടച്ചങ്കനാണ്. പരാജയ ഭീതി കൊണ്ട് ഈ പിണറായി വിജയന്റെ സമനില തെറ്റി ഓട്ടച്ചങ്കനെ പോലെ ചെമ്പ് തെളിയുന്ന അവസ്ഥയിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.